വെൽക്കം ടു ദ 5th എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ലേണിംഗ് കോഴ്സ്. അപ്പോൾ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ലാസ്റ്റ് എപ്പിസോഡിൽ, അതായത് 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് SL സെറ്റ് ചെയ്യുന്ന, SL ലിമിറ്റ് എന്താണ്, SL മാർക്കറ്റ് ഓർഡർ എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ നമ്മുടെ ഡെയിലി ട്രേഡിംഗ് ലൈഫിൽ അപ്ലൈ ചെയ്യുകയും കൂടെ വേണം. അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നഷ്ടം വരുത്താതിരിക്കുക, അല്ലെങ്കിൽ നഷ്ടം കുറയ്ക്കുക എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഇന്ന് ഒരു 5000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അടുത്ത 5 ദിവസം കൊണ്ടൊരു 15000 രൂപ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ലാഭമാണുള്ളത്? അതുകൊണ്ട് ഇന്ന് നമ്മൾ 5000 രൂപ ഉണ്ടാക്കി, അടുത്ത 10 ദിവസത്തിൽ നമ്മുടെ നഷ്ടം എന്ന് പറയുന്ന ഒരു 500, 300, 400 ഒക്കെ ആയിട്ട് മാക്സിമം ഒരു 1000-ലോ 2000-ലോ നിർത്തുന്നതാണ് ഒരു ട്രേഡറിന്റെ മിടുക്കെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ മാനേജ് ചെയ്യാമെന്നും ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസ് എങ്ങനെ കട്ട് ചെയ്യാമെന്നും പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണിത്. അന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ, പക്ഷേ കുറേ തിരക്കുകൾ കൊണ്ടും പിന്നെ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്ത റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാരണം പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുന്ന പോലെ ഒരു ട്രേഡ് എടുത്തു, പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ എപ്പോഴും 100% ശരിയാണോന്നില്ല. നമുക്കൊരു സ്റ്റോക്കിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 80% സാധ്യത ഉണ്ടായിട്ടും അല്ല 20% സാധ്യതയ്ക്ക് അനുസരിച്ചാണ് സ്റ്റോക്ക് മൂവ് ആകുന്നെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻസ് തെറ്റിപ്പോകാനും നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് എങ്ങനെ കട്ട് ചെയ്യണം, ലോസ് എങ്ങനെ ലിമിറ്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ട്രേഡിൽ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്, എൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് 400 റുപ്പീസും റിസ്ക് എന്ന് പറയുന്നത് 200 റുപ്പീസും ആയിരുന്നു. ആദ്യം ഈ സ്റ്റോക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആ ഒരു സൈഡിലേക്ക് നീങ്ങിയെങ്കിലും പിന്നീട് ഇത് ആ ഒരു പോയിന്റ് വന്നിട്ട് ഇത് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് എൻ്റെ റിസ്ക് കട്ട് ചെയ്തു. അതായത് 200 രൂപയാണ് എനിക്ക് മാക്സിമം ഉണ്ടാകുന്ന ലോസ് എന്ന് ഞാൻ വെച്ചെങ്കിലും അത് ഞാൻ വെറും 90 രൂപയിലേക്ക് ഒതുക്കി. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ കുറയ്ക്കാനും ട്രേഡിങ് കൂടുതൽ കൺവീനിയൻ്റ് ആക്കാനും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. സോ അത് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രേഡിങ്ങിനെ പറ്റി പഠിപ്പിക്കുക അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇൻവെസ്റ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ട്രേഡ് ചെയ്ത് വെൽത്തി ആയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. ബാക്കി സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് വെൽത്തി ആയിട്ടുള്ള ആളുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് അവർ അത്രയും വെൽത്ത് സമ്പാദിച്ചിരിക്കുന്നത്. വാറൻ ബഫറ്റ് ആയാലും രാകേഷ് ടെൻഡുൽക്കർ ആയാലും അങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളെല്ലാം ഇവരെല്ലാം ബേസിക്കലി ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റ് ചെയ്താണ് അവർ അത്രയും വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു NFOയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ ആളുകൾ മെസ്സേജ് ചെയ്തു, ആ NFOയുടെ ഡേറ്റ് കഴിഞ്ഞാണ് വീഡിയോ കണ്ടത്, ആ NFOയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല, ഇനി പുതിയ NFOയുടെ അവസരങ്ങൾ വരുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ കമൻറ്റുകളും മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ബജാജ് അലിയൻസ് ലൈഫിൻ്റെ പുതിയൊരു NFO വന്നിട്ടുണ്ട്. ബജാജ് എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കണ്ട, ഇത് ബജാജ് ഫിനാൻസ് അല്ല, ബജാജ് അലിയൻസ് ലൈഫാണ്. ബജാജ് ലൈഫ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ ഈ NFOയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ മാസം 15 വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുക. അതായത് ഇനി ഏകദേശം ഒരു 10 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. ഇവിടെ 300ഓളം വരുന്ന ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനികളിൽ നിന്ന് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 50 കമ്പനികളിലായിരിക്കും നമ്മുടെ ഫണ്ടിൻ്റെ ഒരു ഭാഗം നിക്ഷേപിക്കുന്നത്. അതിലൂടെ തന്നെ ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഭാഗം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് സേഫ് ആക്കാൻ വേണ്ടി മാറ്റിവെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് സുരക്ഷിതമായിരിക്കും. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ആൽഫ 50യുടെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 32.9%-ഉം 26.4%-ഉം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ടൈം നമ്മൾ മെൻഷൻ ചെയ്ത NFO മിസ്സായവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫണ്ടാണ് ഇത്. രണ്ടും നിഫ്റ്റി ആൽഫ 50 ആണ് അതിൻ്റെ ഇൻഡെക്സ് വരുന്നത്. സെയിം അതുപോലെ തന്നെ 2014 നിങ്ങളൊരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയായാണ്. ഇനിയിപ്പോൾ NRIs ഒക്കെ ആണെങ്കിൽ ഒരു 18,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ 2 കോടി വരെ റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ NAV, നെറ്റ് അസറ്റ് വാല്യൂ, വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ജൂലൈ 15 വരെ മാത്രമേ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ളൊരു ടൈമുള്ളൂ. അപ്പോൾ ഈ NFOയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അത് നമ്മൾ നമ്മുടെ ബ്രോക്കറിൽ ലോഗിൻ ചെയ്യാം. എപ്പോഴത്തെയും പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വായിക്കണം. അതിന് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്ന ടൂൾ എടുക്കുക. കൂടുതൽ പോയിന്റ്സ് ടച്ച് ചെയ്യുന്ന രീതി നമ്മൾ സപ്പോർട്ട് വരച്ചു. ഇനി മുകളിലായിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലൈനും കൂടെ വരയ്ക്കണം. എപ്പോഴും പറയുന്നത് റെസിസ്റ്റൻസും സപ്പോർട്ട് ഒരു റീജിയനാണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് കറക്റ്റ് ആവണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ താത്തി വെക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിതൊരു ചാനലിലാണ് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഈ വരച്ച സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാം. നമുക്ക് കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ വരച്ച റെസിസ്റ്റൻസ് ലൈൻ മുമ്പ് അതിൻ്റെ സപ്പോർട്ടായിരുന്നു. അതിനെ നന്നായിട്ട് അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യം അവിടെ വന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടിട്ട് നമ്മൾ ഇത്രയും നാളും പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്?
ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ പ്രൈസിന് എങ്ങോട്ടേക്ക് പോകാനായിരിക്കും സാധ്യത? അത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഒരു ചാനൽ പോലെയാണ്, ഒരു ചാനലിനുള്ളിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ മുകളിലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് അത് പകുതി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ ഇതിന് ഇത് താഴേക്ക് പോകാനും നമ്മൾ താഴെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ലൈനായിട്ടുള്ള 980 ലൈനിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 പോയിൻറ്റ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 100 ക്വാണ്ടിറ്റിയാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഒരു 300 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. 300 ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഒരു 900 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ അക്കൗണ്ട് പുതിയതായിട്ട് എടുത്താണ്. ഇതിനകത്ത് ഞാൻ പൈസയൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഫണ്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഇതിനകത്ത് ഫണ്ട് ആഡ് ചെയ്യണം. ഫണ്ട് ആഡ് ചെയ്താലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. സോ അതിനുവേണ്ടി ഇവിടെ നിഫ്റ്റി 50 എന്ന് സെർച്ച് ചെയ്യുക. നിഫ്റ്റി 50 അത് സേവ് ഓപ്ഷൻ ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി 50 വന്നിരിക്കുന്നത്. അവിടുന്ന് ചാർട്ടിൻ്റെ ആ ഐക്കൺ പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. സോ ഇന്ന് നിഫ്റ്റി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പിലായിട്ടൊരു വലിയ റെഡ് ക്യാൻഡിൽ വന്നു, പിന്നെ കുഞ്ഞു ഗ്രീൻ ക്യാൻഡിൽസ് വരുന്നുണ്ട്. 1 ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ്, വളരെ ചെറുതായിട്ടുള്ളൊരു പോയിന്റ് കൂടുതലേ കാണുന്നുള്ളൂ. 1 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ച് ടാറ്റാ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് 980 സപ്പോർട്ടിൽ വന്ന് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രി എടുത്തിട്ട് നമുക്ക് 3 പോയിൻറ്റ്സ് പ്രോഫിറ്റ് കിട്ടിയാണ്. ഇനി നമുക്ക് ഫണ്ട്സ് ആഡ് ചെയ്യണം. ഫണ്ട്സ് ആഡ് ചെയ്യാൻ മുകളിൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ടാബിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സേ ഒരു 30,000 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് എൻ്റർ ചെയ്യുക. ആഡ് ഫണ്ട്സ് എന്നുള്ള ടാബിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സൈഡിൽ നമ്മുടെ UPI ID ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ UPI IDയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ UPI IDയോ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ നേരെ നമ്മുടെ UPI ആപ്പിലേക്ക് പോവുക. അവിടെ നിന്ന് ഈ ട്രാൻസാക്ഷൻ അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ അത് അപ്ഡേറ്റ് ആകുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം അവൈലബിൾ ഫോർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 30,000 റുപ്പീസ് നമുക്ക് അവിടെ കാണാം. ഇനി നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് തിരിച്ചു വരാം. 983 ആയപ്പോഴാണ് നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് താഴേക്ക് വരുമെന്ന്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ താഴേക്ക് വന്നു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ കുറേ ഇങ്ങനെ ആ ഒരു ലെവലിൽ സപ്പോർട്ടിൽ വന്ന ഒരു 5 or 6 ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 7 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ പതുക്കെ മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ അത്രയും ഒരു ക്യാൻഡിൽ ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ എങ്ങോട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം നമ്മൾ ചെയ്യുക. ക്ഷമ വേണ്ട പരിപാടിയാണ്, ഇമോഷണൽ കൺട്രോൾ വേണ്ട പരിപാടിയാണ്. കുറേ കാര്യങ്ങളും കുറേ ഇൻഡിക്കേറ്റേഴ്സും മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ട്രേഡർ ആകാനോ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനോ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ ഒരു 10% 20% ഒക്കെ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു എൻട്രി വല്ലതും എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും നേരം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഇത് താഴോട്ട് ലാസ്റ്റ് താഴോട്ട് പോകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പല ആളുകളും ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുന്നത് കാണുമ്പോൾ അവിടെ ഒരു എൻട്രി എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതിൻ്റെ അടുത്ത സപ്പോർട്ട് റേഞ്ചിന് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഹോൾഡിംഗ് അല്ല, ട്രേഡാണ് കൊടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ, ലിവറേജ്. $975 നമ്മൾ സെല് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസിങ് താഴെ പോവുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇവിടം വരെ റൺ ചെയ്യാം. 971 വരെ റൺ ചെയ്യാം. 977 താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അത് ഏകദേശം 4 പോയിൻറ്റ് ടാർഗറ്റ്, 2 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പോയാൽ നമുക്ക് 200 റുപ്പീസ് പോവും, കിട്ടിയാൽ 400 റുപ്പീസ് കിട്ടും. നമ്മളൊരു സാധനം സെല്ല് ചെയ്തിട്ട് അത് മുകളിലേക്ക് കയറി പോകുന്നതാണോ പേടിക്കരുത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. നമ്മൾ 977 എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇനി സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നേരെ പൊസിഷൻ ടാബിലേക്ക് പോവുക. അവിടെ നിന്ന് എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയുടെ ഏറ്റവും താഴത്തായിട്ട് അഡ്വാൻസ് ഓപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. അത് ടിക്ക് കൊടുക്കുക. ട്രിഗർ പ്രൈസ് എന്നുള്ളത് നമ്മൾ എത്രയാണോ പ്രൈസ് ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ ഒരു പൊടിക്ക് താഴെ വെക്കുക. പ്രൈസ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പ് ലോസ് പ്രൈസ് കൊടുക്കുക.
നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കറക്റ്റായിട്ട് സിഗ്നൽ നോക്കി വാങ്ങിച്ചു. നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നും പേടിക്കാനില്ല. ടാർഗറ്റിലേക്ക് എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, മുകളിലേക്ക് പോകുന്ന എല്ലാം ചെറിയ ചെറിയ ക്യാൻഡിലുകളും താഴേക്ക് വരുന്ന വലിയ വലിയ ക്യാൻഡിലുകളും. അപ്പോൾ കൂടുതലും താഴേക്കാണ് നല്ല ഫോഴ്സിൽ പോകുന്നത്. പക്ഷേ മാർക്കറ്റാണ്, 100% നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കുറേയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 974 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ അതിനനുസരിച്ച് ട്രെയിൽ ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. 977 എന്നുള്ളത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 976 നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ സ്റ്റോക്കിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ വലിയ പ്രോഫിറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് നമ്മുടെ ലോസ് കട്ട് ചെയ്യാം. മാത്രമല്ല, നേരത്തെ 200 രൂപ നമ്മുടെ മാക്സിമം ലോസ് എന്നുള്ളത് ഇപ്പോൾ 100 rupees ആയിട്ടുണ്ട് മാക്സിമം ലോസ്. 100 രൂപ നമുക്ക് മാക്സിമം നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ആ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത കാര്യമായി. കാരണം ഈ സ്റ്റോക്ക് അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു തീരുമാനം എടുത്തത്, നമ്മുടെ ലോസ് നമ്മൾ നേരെ പകുതിയാക്കി. 200 എന്നുണ്ടായിരുന്ന നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് നേരെ 90ലേക്ക്, 100ലും താഴേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മളെന്തായാലും എക്സിറ്റ് ചെയ്യാനെടുത്ത ഒരു തീരുമാനം വളരെ നന്നായി. നമുക്ക് ലോസ് അത്രയ്ക്ക് കട്ട് ചെയ്യാൻ സാധിച്ചു. കാരണം ഈ സ്റ്റോക്കിന് മുകളിലേക്ക് പോകാനാണ് സാധ്യത. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് പ്ലേ ചെയ്യാം. നമ്മളെന്തായാലും എക്സിറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് താഴേക്ക് ഇറക്കിയതുകൊണ്ടും നമ്മുടെ നഷ്ടം വെറും 90 രൂപ മാത്രമേ വന്നുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് കയറി അതിൻ്റെ പഴയ സപ്പോർട്ട് റീജിയനായിട്ടുള്ള 980 പോയി ഹിറ്റ് ചെയ്തു. സോ നമ്മൾ ആ വെയിറ്റ് ചെയ്തിരുന്നിരുന്നെങ്കിൽ, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായതിനെ 90 രൂപ എന്നുള്ളത് നമുക്ക് 200 രൂപ പോയതിനെ. അപ്പോൾ നമുക്ക് ആ ഒരു നഷ്ടം കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഇതാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്കുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നത് എപ്പോഴും ബെനിഫിഷ്യലാണ്. അപ്പോൾ ലോസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരിക്കലും വലിയ എമൗണ്ട് ചാടിക്കേറി ഇടരുത്. നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആകുന്നവരെ, നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരുന്നവരെ ചെറിയ എമൗണ്ട് ഇട്ട് മാത്രം ട്രേഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബജാജ് അലയൻസ് ലൈഫ് NFOയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും താഴെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15th ആണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. ഇതിൻ്റെ സോൾവൻസി റേഷ്യോ 432% ഉള്ള ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1.11 lakh crores ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ അവസാനത്തേക്ക് മാറ്റി വെച്ച ആ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തീരുമാനം എടുക്കുക. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. I'll see you in my next video. I'm Adil Hussain, signing off.